റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ പൊരിച്ച കോഴി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഈ ചിക്കൻ ഫ്രൈ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണ് 750 ഗ്രാം. മീഡിയം സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് പുരട്ടി വെക്കണം. അതിനാദ്യം അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മീഡിയം സൈസിലുള്ള 12 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, 1 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട, 3 ഗ്രാമ്പു, 3-4 ഏലക്ക, 2 ടീസ്പൂൺ പെരിഞ്ജീരകം അതായത് വലിയ ജീരകം, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇവയെല്ലാം കൂടി ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നാടൻ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഇവയെല്ലാം കൂടി ചേർത്ത് വീണ്ടും അരച്ചെടുക്കാം. അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അരപ്പെല്ലാം നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനുവേണ്ടി ചിക്കൻ എടുക്കുമ്പോൾ കഴുകി നല്ലതുപോലെ വെള്ളം വാർന്നതിന് ശേഷം വേണം എടുക്കാൻ. ഇനി അരപ്പ് ചിക്കനിലേക്ക് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കണം. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പല റെസിപ്പി വീഡിയോകളും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ റെസിപ്പികളിൽ തന്നെ മുഗളായി ചിക്കനും ബട്ടർ ചിക്കനും ഓറഞ്ച് ചിക്കനും ഒക്കെ. ആ വീഡിയോസിൻ്റെ ലിങ്കും പ്ലേലിസ്റ്റ് ലിങ്കും ഐക്കാർഡിലും എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളിലും നല്ലതുപോലെ അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അരപ്പ് പിടിക്കാനായി മാറ്റിവെക്കാം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും രുചി കൂടും. ഇപ്പോൾ ചിക്കനിൽ അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോറും കൂടി ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവ വറുത്തെടുക്കാം. അതിന് ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ എല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് എണ്ണ എടുത്തേക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ചിക്കൻ പീസുകൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി തിക്കി നിറച്ചിടരുത്. ഇനി ഇവ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരട്ടെ. ഇട്ട ഉടനെ ഇളക്കരുത്. 1 മിനിറ്റിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ. അല്ലെങ്കിൽ ചിക്കൻ്റെ പുറമെയുള്ള അരപ്പെല്ലാം ഇളകിപ്പോകും. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി വലിയ പീസുകളല്ലാത്തതുകൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ചിക്കൻ ഫ്രൈ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ 2 സൈഡും നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറംഭാഗം ക്രിസ്പിയും അകംഭാഗം സോഫ്റ്റുമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റും കൂടി ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ചിക്കൻ പീസുകളുടെ സൈസ് അനുസരിച്ച് വേവിൽ വ്യത്യാസം വരും കേട്ടോ. ഇനി ചിക്കൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. 10-15 സെക്കൻഡോളം ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ടിഷ്യൂ പേപ്പർ വിരിച്ച ഒരു പാത്രത്തിലേക്ക് കോരിയിടാം.
ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്